കഴിഞ്ഞ 8.5 പതിറ്റാണ്ടിലേറെക്കാലമായി വടക്കാഞ്ചേരിയുടെ തിരുനെറ്റിക്കൊരു തിലകക്കുറി ചാർത്തിക്കൊണ്ട് വ്യാപാര രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന മാണി സൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി. അവിടെ പലചരക്ക്, സ്റ്റീൽ, അലൂമിനിയം പാത്രങ്ങൾ, എല്ലാവിധ ഹോം അപ്ലയൻസസും മികച്ച രീതിയിൽ മിതമായ നിരക്കിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നു. ഇതുതന്നെ സന്ദർശിക്കൂ മാണി സൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി. ജനം മാർക്കൊപ്പം എന്ന തെരഞ്ഞെടുപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ അത്താണി മേഖലയിലാണ്. വടക്കാഞ്ചേരി നിയോജക മണ്ഡലം എന്ന് പറയുന്നത് 8 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അടങ്ങുന്നതാണ്. 8 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി 231 പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത്. അതിൽ 2,01,786 വോട്ടർമാരും സ്ത്രീ വോട്ടർമാർ 1,04,361 പുരുഷ വോട്ടർമാർ 97,422 പേരും ട്രാൻസ്ജെൻഡേഴ്സായി 3 പേരുമാണ് പോളിംഗ് സ്റ്റേഷനിലേക്ക് വോട്ട് ചെയ്യാൻ ഇത്തവണ എത്തുന്നത്. ഈ വോട്ട് ചെയ്യാൻ എത്തുന്ന വോട്ടർമാരാണ് വടക്കാഞ്ചേരിയുടെ വിധി ഇത്തവണ നിർണ്ണയിക്കുന്നത്. നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം, ഇത്തവണ ആര് വിജയിക്കുമെന്നുള്ളത്. കേരളം ആര് ഭരിക്കുമെന്നതും നമുക്ക് അറിയേണ്ടതുണ്ട്. നമസ്കാരം. ഇത്തവണ വടക്കാഞ്ചേരിയിൽ ആര് വിജയിക്കും? അതെങ്ങനെ പറയാൻ പറ്റില്ല. ഇല്ല, ഇപ്പൊ ഈ ഗവൺമെന്റ് അധികം മോശമാക്കിയിട്ടില്ല. ഈ അടുത്ത ഗവൺമെന്റ് ആരെച്ചാലും അവര് മോശമാക്കരുത്. നല്ല രീതിയിൽ തന്നെ വികസനം നല്ല രീതിയിൽ പോകണം. കേരളം നല്ല രീതിയിൽ തന്നെ പോകണം. ഓക്കെ, താങ്ക് യു. ചേട്ടാ നമസ്കാരം. ഒരു തെരഞ്ഞെടുപ്പ് പ്രോഗ്രാമാണ്. കേരളത്തിന്റെ വിധി ഇത്തവണ നിർണ്ണയിക്കപ്പെടുകയാണല്ലോ. അപ്പൊ ഇവിടെ വടക്കാഞ്ചേരിയിൽ ആര് വിജയിക്കും? സേവർ ചിറ്റലപ്പള്ളി വിജയിക്കും. കേരളം ആര് ഭരിക്കും? LDF. ഓക്കെ, താങ്ക് യു. ചേട്ടാ നമസ്കാരം. വടക്കാഞ്ചേരിയിൽ ഇത്തവണ ആര് വിജയിക്കും? സേവർ വിജയിക്കും. ഉറപ്പാണ്. ചേട്ടാ നമസ്കാരം. വടക്കാഞ്ചേരിയിൽ ഇത്തവണ ആര് വിജയിക്കും? UDF വിജയിക്കും. കേരളം ആര് ഭരിക്കും? ഒരു തുടർ ഭരണം ഉണ്ടാവില്ല. കാരണം ഭരണത്തിന്റെ ഗുണം കൊണ്ട്. ഓക്കെ, നമസ്കാരം. വടക്കാഞ്ചേരിയിൽ ഇത്തവണ ആര് വിജയിക്കും? അതിപ്പോ എങ്ങനെയും പറയാൻ പറ്റും, ആൾക്കാരുടെ കയ്യിലിരിക്കുന്ന കാര്യമില്ല. എങ്കിലും നമ്മുടെ നാട്ടിലെ വികസനവും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? കുറച്ചുകൂടി കൂടുതൽ വേണമെന്നുണ്ടോ, അതോ ഇത്തരത്തിലുള്ള വികസനങ്ങൾ മതി? വികസനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. എല്ലാം പൂർണ്ണതയെന്ന് പറയാൻ പറ്റില്ല. കുറച്ച് വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്, കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാനൊരു ഇതിൽ വിശ്വസിക്കുന്ന കാരണം ആ വിശ്വാസം ജയിക്കണമെന്നല്ല എൻ്റെ പാർട്ടി ഉണ്ടാവൂലേ. എങ്കിലും ചേട്ടന്റെ അഭിപ്രായത്തില് വീഴ്ചകളും നല്ലതും ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അതോ ഒന്നോ രണ്ടോ പറയാൻ പറ്റുമോ? നല്ലത് ഏതാണ്? അങ്ങനെ ഇപ്പൊ അങ്ങനെ പറയണത് ശരിയല്ല. കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. ചേട്ടാ നമസ്കാരം. എവിടെ സ്ഥലം? എവിടെ? കുന്നംകുളത്തായാലും കുഴപ്പമില്ല. കുന്നംകുളത്ത് ഇത്തവണ ആര് വിജയിക്കും? അതുപോലെ എന്നാലും ഒരു കഴിഞ്ഞ 5 വർഷത്തെ കാലത്തെ അവിടുത്തെ MLA നമുക്ക് എല്ലാവർക്കും അറിയാലോ. അവിടെ മുക്കി ഇവിടെ മുക്കി എന്നൊക്കെ നമുക്ക് കണ്ടുള്ളതാണല്ലോ. അപ്പൊ എങ്ങനെയെന്ന് അറിയില്ല. ബൈക്ക് ആര് ജയിക്കുന്നു അതൊന്നും പറയാൻ പറ്റില്ല. ഇത്തവണ ഒരു തുടർ ഭരണം ഉണ്ടാവുമോ? ഒന്നും പറയാൻ പറ്റില്ല. ലോട്ടറി അടിച്ചാൽ മതി. ആർക്കാ ലോട്ടറി അടിക്കാന്ന് ഓരോ വിചാരവും ഇല്ല. ഓക്കെ, താങ്ക് യു. ഇത്തവണ ആര് വിജയിക്കും? ഇവിടെ BJPക്കാണ് തോന്നണത്. കാരണം BJPയും LDF ആണ് ഇപ്പോ മത്സരം. ഇവിടെ വടക്കാഞ്ചേരിയിലെ BJP LDF ആണ് മത്സരം. അതില് മടുത്തുടങ്ങിയ ആൾക്കാര് ഇപ്പൊ ഞാൻ എന്തായാലും ഒരു ചേഞ്ച് ആരും ആഗ്രഹിക്കാതില്ലല്ലോ. നമ്മുടെ NDAയുടെ സ്ഥാനാർത്ഥി, അതായത് BJP സ്ഥാനാർത്ഥി ഉല്ലാസ് ബാബു 3ാം തവണയാണ് ജനവിധി തേടുന്നത്. അപ്പൊ ഇത്തവണ വിജയിക്കുന്നതാണ് വിജയിക്കുന്നതാണ് നമ്മളെ മനസ്സ് പറയുന്നത്. കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? കേരളത്തില് ഭൂരിഭാഗം ചുവപ്പ് മങ്ങി ഓറഞ്ചിന്റെ ഒരു തിളക്കം വരാനാണ് ഇപ്പോ ചാൻസ്. എത്ര സീറ്റ് നേടും? ഒരു 14 സീറ്റ്. പാലക്കാട് കിട്ടും. പിന്നെ ഏതൊക്കെ കിട്ടുക? പാലക്കാട്, പിന്നെ നമ്മുടെ ഇവിടെ വടക്കാഞ്ചേരി, തൃശ്ശൂർ എന്തായാലും ഉറപ്പാണ്. തൃശ്ശൂരും കിട്ടും. നാഗേഷ് ആട്ടാൻ ജയിക്കും. അങ്ങനെ അത്യാവശ്യം സീറ്റുകൾ കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു. പേരെന്താ? അമൽ. ഓക്കെ, താങ്ക് യു. ചേട്ടാ നമസ്കാരം. വടക്കാഞ്ചേരിയിൽ ഇത്തവണ ആര് വിജയിക്കും?
രാഷ്ട്രീയമായിട്ട് നമുക്കൊരു ബന്ധമില്ലാത്തതാണ്. ഓക്കെ, കുഴപ്പമില്ല. എങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിലെ വികസനം കാര്യങ്ങളൊക്കെ? മെച്ചപ്പെടാനുണ്ടോ അതോ മെച്ചപ്പെട്ടിട്ടുണ്ടോ? ചേട്ടൻ എന്താ ജോലി? എന്താ ഓട്ടോ ഡ്രൈവർ അല്ലേ? എങ്ങനെയുണ്ട് നിങ്ങളുടെ മേഖലയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും? മേഖല തകർന്ന് തരിപ്പണായിട്ടിരിക്കുക. തകർന്ന് തരിപ്പണായി ഏതൊക്കെ വിധത്തില്? എല്ലാ രീതിയിലും ഓട്ടം കുറവ്, ബുദ്ധിമുട്ടുകള്. പാടന്നെ. ഇനിയിപ്പോ ഡീസൽ ഇപ്പൊ വീണ്ടും വില കൂടി. ഇപ്പൊ 3 രൂപ കൂട്ടി. 3 രൂപ കൂട്ടി. 3 രൂപ കൂട്ടിയിട്ടുണ്ടോ? ചില പമ്പുകളിൽ കൂട്ടിയിട്ടുണ്ട്. ചില പമ്പുകളിൽ ആരേലും കൂട്ടിയിട്ടുണ്ടല്ലേ? ചില പമ്പുകളിൽ ഡീസൽ കിട്ടുന്നില്ല, കിട്ടാത്ത ആയിട്ടുണ്ട്. അത് ചെറിയ ചെറിയ ഉൾപ്രദേശത്തുള്ള പമ്പുകൾ. ഉണ്ട്. തൃശ്ശൂരൊന്നും വലിയ കുഴപ്പം കാണാനില്ല. ഇവിടെ വില കൂട്ടിയിട്ടുണ്ട് മാത്രം. വില കൂട്ടിയിട്ടുണ്ട്. ചേട്ടന്റെ അഭിപ്രായത്തില് എന്താണ് ഒരു രാഷ്ട്രീയ അന്തരീക്ഷം വടക്കാഞ്ചേരിയിലും മൊത്തത്തില് കേരളത്തിലും? രാഷ്ട്രീയ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചിലര് ഇപ്പൊ ഭരണം മാറ്റം വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പൊതുവെ ഇവിടുത്തെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജയിക്കാൻ സാധ്യത പറയാൻ പറ്റില്ല. തുല്യ മത്സരമാണ് നടക്കുന്നത്. നമുക്ക് അഭിപ്രായമൊന്നുമില്ല. വോട്ട് ചെയ്യാൻ പോകില്ല. വോട്ട് ചെയ്യാൻ പോകും. വോട്ട് ചെയ്യുന്നത് ബി ജെ പിക്ക് ചെയ്യുള്ളൂ. ബി ജെ പി അനുഭാവിയാണ്. പ്രവർത്തകനാണോ അനുഭാവിയാണോ? പ്രവർത്തകനാണ്. ഇത്തവണ അവിടെ ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാവോ? ഇവിടെ സാധ്യത കുറവാണ്. എവിടെയൊക്കെയാണ് സാധ്യത ഉള്ളത്? സാധ്യത 2-3 ഡിവിഷനില് സാധ്യതയില്ല. 2-3 മണ്ഡലങ്ങളിൽ സാധ്യത ഉണ്ട്. അപ്പൊ ഇത്തവണ MLA ഉണ്ടാവും നിയമസഭയിലും ബി ജെ പിക്ക്. ഇവിടെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെങ്കിലും പുറത്ത് ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. അതെ, ഈ അത്താണി മേൽപ്പാലം വന്നിട്ട് എത്ര കാലമായി? ആ റോഡ് ഇതേവരെ വികസനം വന്നിട്ടുണ്ട്. അത്ര ഒരു വീതിയിലാണ് ആ സിൽക്കിന്റെ സൈഡിലൊക്കെ കിടക്കുന്നത്. അത് ആരും ശ്രദ്ധിക്കുന്നില്ല. റോഡ് വീതിയിലതാണ് പ്രശ്നം. പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു റോഡ് മെഡിക്കൽ കോളേജ് ഉണ്ടായിക്കൂടെ? ആരും ശ്രദ്ധിക്കുന്നില്ല. അത് സിൽക്കിന്റെ സൈഡിൽ ഭയങ്കര വീതി കുറഞ്ഞ റോഡാണ്. അത് ഇതുവരെ ആരും ശ്രദ്ധിക്കില്ല. പിന്നെ ഈ യൂബർ ടാക്സി വന്ന കാരണം ടാക്സിക്കാര് ഓട്ടോറിക്ഷക്കാരെക്കാരും കാശ് കുറച്ചിട്ടാണ് ഓടണം യൂബർ. അപ്പൊ എങ്ങനെ അവർക്ക് മുതലാണെന്നല്ല. ഞങ്ങളുടെ പഴയ ടാക്സി റേറ്റ് അനുസരിച്ചിട്ട് നോക്കുമ്പോൾ ആൾക്കാർ വണ്ടി വിളിക്കുന്നില്ല. സർക്കാർ പറഞ്ഞിരിക്കുന്നത്, പ്രത്യേകിച്ച് ഗതാഗത മന്ത്രി പറഞ്ഞിരിക്കുന്നത്, അവർക്ക് രജിസ്ട്രേഷൻ ഇല്ലാത്തത് കൊണ്ട് അവരെ ഓടിപ്പിക്കില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു. വന്നിട്ട് അവിടെ ഇവിടെ എല്ലാം തണല് വന്ന് കിടക്കുന്നുണ്ട് പല സ്ഥലത്ത് നിന്ന് വന്നിട്ട്. എന്നിട്ട് അവർ പോകാൻ വന്നപ്പോ ഇവിടുന്ന് വാടക എടുത്ത് പോവാണ്. അതൊരു പ്രതിസന്ധിയാണ്. പിന്നെ വലിയ പ്രതിസന്ധിയാണ്. ഞങ്ങളുടെ റേറ്റും അവരുടെ റേറ്റും ഭയങ്കര വ്യത്യാസമുണ്ട്. ടാക്സിയൊക്കെ ഓട്ടോറിക്ഷയൊക്കെ താഴ്ത്തിയിട്ടാണ് ഓടുന്നത്. നിങ്ങൾക്ക് ഊബറിലേക്ക് മാറാൻ സംവിധാനം മുതലാവില്ല. കാരണം അവർ അത്രയും താഴ്ത്തിയാണ് ഓടണം. ഓട്ടോറിക്ഷയൊക്കെ അവർക്ക് എങ്ങനെയാണ് ഇത് മുതലാവുന്നത്? അതെനിക്കറിയില്ല. അതാണ് അറിയാത്ത. അവർ ഈ ഗൾഫിൽ നിന്നൊക്കെ റിട്ടയർഡ് ആയി വന്ന് കുറെ കാശുണ്ടാവും ബാങ്കിൽ. അപ്പൊ എന്തെങ്കിലും പണിക്ക് വേണ്ടേ? അത് വേണ്ടിട്ട് കുറച്ച് വണ്ടി എടുത്തിട്ട് നേരം പോകാൻ വേണ്ടിട്ട് കുറെ സ്ഥലങ്ങളൊക്കെ കാണാം, പുതിയ സ്ഥലങ്ങളൊക്കെ. അതൊരു രഹസ്യമാണ്. ഇത്രയും റേറ്റ് ചിലപ്പോ കള്ളപ്പണം വെളുപ്പിക്കാനായിരിക്കും. ചിലപ്പോ ഇത്രയും അധികം ആൾക്കാർ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി ടാക്സ്. അത് കമ്പനിക്ക് അതിന്റെ കമ്പനിയല്ലേ, യൂബർ കമ്പനി ഉണ്ടല്ലോ, അവരെന്തെങ്കിലും ചെയ്യണ്ടാവായിരിക്കും. പക്ഷെ നമുക്ക് ഇത്രയും റേറ്റ് കുറച്ച് ഓടിയിട്ട് ആ ഡ്രൈവർമാർക്ക് നിത്യച്ചെലവിനുള്ള പൈസ കിട്ടുന്നുണ്ടോ? അവരുടെ കാര്യം നമുക്ക് അറിയില്ല. വ്യക്തമാണ്. ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണ്. മാർക്കൊപ്പം എന്നുള്ള തെരഞ്ഞെടുപ്പ് പരിപാടിയാണ്. അപ്പോൾ എന്താണ് നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം? ഞാനങ്ങനെ പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ അങ്ങനെ വളരെ സൂക്ഷിച്ച് നോക്കുന്ന ആളല്ല. ആര് വന്നാലും നമുക്ക് ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവണം. അത് ഏത് പാർട്ടിയിലും കുഴപ്പമില്ല. ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കണം ജയിച്ചു പറ്റുന്നത്. ചേട്ടൻ ഏത് മേഖലയിലാണ് ജോലി ചെയ്യുന്നത്? ഞാൻ കൺസ്ട്രക്ഷൻ. എങ്ങനെയുണ്ട് ആ മേഖലയിൽ ഉള്ള? കുഴപ്പമില്ല, വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ. വിലക്കയറ്റമൊന്നും ബാധിച്ചിട്ടൊന്നും? വിലക്കയറ്റം ബാധിക്കുന്നതിന് കൂലിയും കൂടുന്നുണ്ട്. പിന്നെ വിലക്കയറ്റം മാത്രമല്ല പ്രശ്നം. വിലക്കയറ്റത്തിനൊപ്പം ജനങ്ങൾക്ക് കൂലി കിട്ടുന്നുണ്ട്, അവരുടെ സൗകര്യങ്ങൾ കൂടുന്നുണ്ട്. അല്ലാതെ അതുകൊണ്ട് കുഴപ്പമില്ല. ആർക്കും കുഴപ്പമുണ്ടാവില്ല. പിന്നെ കുഴപ്പം പറയുന്നവർക്ക് കുഴപ്പം പറഞ്ഞു. താങ്ക് യു. ആള് പറഞ്ഞത് വ്യക്തമാണ്. അദ്ദേഹം ഒരു കൺസ്ട്രക്ഷൻ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. നമസ്കാരം. സ്റ്റുഡന്റ് ആണോ? എത്രയാണ് പഠിക്കുന്നത്? പ്ലസ് ടു. എവിടെ പഠിക്കുന്നത്? ഇവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷമൊക്കെ നിരീക്ഷിക്കുന്നുണ്ടോ? ആരാണ് ഇവിടെ മത്സരിക്കുന്നത് വെച്ചറിയോ? പിന്നെ UDF അറിയോ? BJP അറിയില്ല. ആര് വിജയിക്കും പൊതുവെ കണ്ടിട്ട്? ഓക്കെ, താങ്ക് യു. പഠിക്കുകയാണോ വർക്ക് ചെയ്യണോ? എവിടെയാ? ഞാൻ ചിന്മയില്. ഡിഗ്രിക്കാണോ? അല്ല, സ്കൂളാണ്. പ്ലസ് ടു കഴിഞ്ഞിരിക്കുകയാണ്. വടക്കാഞ്ചേരിയിൽ ഇത്തവണ ആര് വിജയിക്കും? വോട്ടില്ലെന്ന് അറിയാം, എങ്കിലും രാഷ്ട്രീയം നിരീക്ഷിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ്. സേവ്യറായിട്ടായിരിക്കും. എന്താ അങ്ങനെ പറയാൻ കാരണം? അല്ല, ആള് നല്ല പ്രവർത്തനമാണ്. MLA ആയിരിക്കുമ്പോൾ നല്ല പ്രവർത്തനം ഉണ്ടായിരുന്നു. കാണാറുണ്ട്. ഞങ്ങൾ വീടിൻ്റെ അവിടെ വരാറുണ്ട്. ഓക്കെ. പേരെന്താ? അഭിനയം. ഓക്കെ.
നമസ്കാരം. ഇത്തവണ ആര് വിജയിക്കും വടക്കാഞ്ചേരിയിൽ? കേരളം ആര് ഭരിക്കും? അറിയില്ല. നമ്മുടെ നാട്ടില് അത്യാവശ്യം ഇനി വരേണ്ട വികസനം. നമുക്കിപ്പോ ഞാൻ എന്റെ വീട് ഇവിടെയാണ്, മെഡിക്കൽ കോളേജിന്റെ ആള് കുഴപ്പമില്ല. അപ്പൊ കണ്ട സംസാരിക്കാനും ഞങ്ങളുടെ പഞ്ചായത്തിലേക്ക് ഒരു പഞ്ചായത്തിലേക്കൊക്കെ വരുമ്പോ ഉണ്ട്. അപ്പൊ ആള് സംസാരിക്കാനും ഇപ്പൊ നമ്മളൊന്നിനും പോയിട്ടില്ല, ആളോട് ചോദിക്കാനൊന്നും പോയിട്ടില്ല. അപ്പൊ ചെയ്തു തരും. പിന്നെ കുഴപ്പമില്ല, ഇതുവരെ ചോദിക്കാനൊന്നും പോയിട്ടില്ല. പക്ഷെ ആളുടെ ഒരു പെരുമാറ്റം അല്ല, ഞാൻ പാർട്ടി തന്നെയാണ്, CPM ആണ്. ഇതുവരെ മാറിയിട്ടൊന്നുമില്ല. ഇതുവരെ ഒരു ആവശ്യത്തിന് പോയിട്ടൊന്നുമില്ല. പക്ഷെ പ്രതീക്ഷ ഉണ്ട്, എന്തെങ്കിലും ചെന്നുണ്ടെങ്കിൽ ചെയ്തു തരുന്നത് പ്രതീക്ഷയുണ്ട്. നമുക്കിപ്പോ എന്തെങ്കിലും ഉപകാരം നമ്മൾ ചെന്ന് പറയുകയാണെങ്കിൽ ചെയ്തു തരും. അതിന്റെ ആവശ്യം നമുക്ക് വന്നിട്ടില്ല. പറയുകയാണെങ്കിൽ പോയി കാണാം. അഭിപ്രായത്തില് ആര് വിജയിക്കും? കേരളത്തിലൊരു തുടർഭരണം ഉണ്ടാവുമോ, അതോ UDF തിരിച്ചധികാരത്തിൽ വരും? അങ്ങനെ പറയാൻ അറിയില്ല. കുഴപ്പമില്ല. വടക്കാഞ്ചേരിയിലെ ആള് ജയിക്കും. ഇവിടെ വടക്കാഞ്ചേരിയില് വൈശാഖ് വരണം എന്നാണ് എന്റെ അഭിപ്രായം. യുദ്ധം വരണം, യുവജനങ്ങള് കൂടുതൽ മുന്നോട്ട് വരണം. വടക്കാഞ്ചേരിക്ക് ചെറുപ്പമാണ് UDFന്റെ പ്രഖ്യാപനം അത് തന്നെയാണ്. അതോടെ യുവാക്കൾ കൂടുതൽ മുന്നോട്ട് വരണം എന്നുള്ള അഭിപ്രായമാണ്. പിന്നെ കേരളത്തില് കോൺഗ്രസ് ഭരണം തന്നെയാണ് അഭിപ്രായം. 10 വർഷത്തെ ഭരണം കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അത് കോൺഗ്രസ് ഭരണം തന്നെയാണ് അഭിപ്രായം. നമുക്കിവിടെ വേണ്ട അത്യാവശ്യം ഇനി വേണ്ട വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാല് അടിസ്ഥാനപരമായി പറഞ്ഞാല് നമുക്ക് സാധാരണക്കാർക്ക് വിലക്കയറ്റം ഏറ്റവും വലിയൊരു വിഷയമാണ്. അപ്പൊ അത് പിടിച്ചെടുത്തേണ്ട അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. സാധാരണക്കാർക്ക് കിട്ടുന്ന കൂലി നിന്ന് തികയാത്തൊരവസ്ഥ എല്ലാവർക്കും ഉണ്ട്. അതായത് കിട്ടുന്ന കൂലി നിത്യച്ചെലവിന് തികയാത്തൊരു അങ്ങനെ തന്നെയല്ലേ ഉദ്ദേശിച്ചത്? അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, താങ്ക് യു. വ്യക്തമാണ്. താങ്ക് യു. BJP സ്ഥാനാർത്ഥിക്ക് സാധ്യത കാണുന്നു, വിജയിക്കും എന്നാണ് പറയുന്നത്. കഴിഞ്ഞ തവണ BJP സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തായിരുന്നു, ഇത്തവണ 1ാം സ്ഥാനത്തേക്ക് വരുന്നാണോ പറയുന്നത്? കേരളത്തിൽ BJP എത്ര സീറ്റ് പിടിക്കും? ഏകദേശം ഒരു 10-ൽ പരം സീറ്റ് പിടിക്കും. മുന്നേറ്റം ഉണ്ടാക്കും. എന്തുകൊണ്ടാണ് BJPക്ക് നിലവിലൊരു MLA പോലും ഇല്ല, എന്നിട്ടും ചേട്ടൻ പറയുന്നു 10 സീറ്റ് പിടിക്കുന്നു? കാരണം ലോകം ആരാധിക്കുന്ന നരേന്ദ്രമോദി സാർ ആരാധിക്കുന്നു. അപ്പോൾ ആ വ്യക്തിയുടെ 11 വർഷം കൊണ്ട് നിരവധി വികസന നമുക്ക് കാണാൻ കഴിയുന്നു. അത് വോട്ടായി മാറും. അങ്ങനെ കേരളത്തിൽ സീറ്റ് വർദ്ധിക്കും. അടുത്ത 10 വർഷം, ഈ വർഷം ഒരു പക്ഷേ കിട്ടിയില്ലെങ്കിൽ പോലും സീറ്റ് വർധന ഉണ്ടാവും. അടുത്ത 10 വർഷം എന്തായാലും BJP പ്രതിവർഷം ഘട്ടം ഘട്ടമായിട്ട് BJP വളർന്ന് കേരളത്തിൽ പന്തലിക്കും തന്നെയാണ് പറയുന്നത്. ചേട്ടൻ പറഞ്ഞൊരു അതിന്റെ എല്ലാ സാധ്യതയും കാണുന്നു. ചേട്ടൻ പറഞ്ഞൊരു 10 സീറ്റെങ്കിലും പിടിക്കുന്നു പറഞ്ഞു. അപ്പോൾ ആര് ഭരിക്കും? ഇത്തവണ ഒരു തുടർഭരണം ഉണ്ടാവുമോ, അതോ UDF അധികാരത്തിൽ വരും? ഇതിന്റെ ഈ ഐക്യമില്ലായ്മ കാരണം ഇടതുപക്ഷത്തിന് സാധ്യത കാണുന്നു. എന്നാലും പുതിയ വോട്ടർമാർ മാറി ചിന്തിക്കും. ജയിച്ചു കഴിഞ്ഞാൽ അവർ പഠിച്ചു കഴിഞ്ഞാൽ വിദേശത്ത് പോകണം. നാട്ടിൽ ജോലിക്ക് ഒരു സാധ്യതയും കാണുന്നില്ല. അത് നമ്മുടെ ഇന്ത്യയിലെ മൊത്തത്തിലുള്ള അവസ്ഥയാണോ, അതോ കേരളത്തിലെ മാത്രം അവസ്ഥയാണോ? ഞാൻ കേരളം മാത്രം തമിഴ്നാട് പോയിട്ടുണ്ട്, കർണാടകം പോയിട്ടുണ്ട്, അതിനപ്പുറം പോയിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ അറിയില്ല. ഓക്കെ, വ്യക്തമാണ് ചേട്ടൻ പറഞ്ഞത്, വ്യക്തമാണ്. താങ്ക് യു. ഞാൻ സേവർ ചിറ്റിൽപ്പള്ളിയോടൊപ്പം. ആണോ? പാർട്ടിക്കാരനാണോ? അതെ, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ. അനുഭാവിയാണോ പാർട്ടിക്കാരൻ? അതെ, ഞാൻ അനുഭാവിയാണ്, പാർട്ടിക്കാരൻ കൂടിയോ ആണ്. ചേച്ചി, ഇത്തവണ വടക്കാഞ്ചേരിയിൽ ആര് വിജയിക്കും? അത് സേവ്യർ ചിറ്റിലപ്പള്ളി വിജയിക്കും. എന്തുകൊണ്ട് വിജയിക്കും? പ്രവർത്തനങ്ങളാണ്. നേരിട്ട് അറിയോ അദ്ദേഹത്തെ? കുടുംബ സുഹൃത്തുക്കളാണ്. ഓക്കെ, ഇത്തവണ ഒരു തുടർഭരണം ഉണ്ടാവുമോ? ഉണ്ടാവണം. മൂന്നാമതും ഈ പിണറായി സർക്കാർ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നേരെയാവാൻ പറ്റുള്ളൂ. BJPക്ക് ഇത്തവണ എത്ര സീറ്റ് കിട്ടും? ഒരു മുന്നേറ്റം ഉണ്ടാവുമോ? പറയാൻ പറ്റില്ല. UDF നില മെച്ചപ്പെടുത്തുമോ? മെച്ചപ്പെടുത്തുന്നൊന്നും പറയാൻ പറ്റില്ല, എനിക്ക് തോന്നണില്ല. ഓക്കെ, വ്യക്തമാണ്. എന്താണ് അഭിപ്രായം? പൊതുവെ രാഷ്ട്രീയ അന്തരീക്ഷം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. നമ്മുടെ നാട്ടില് പ്രത്യേകിച്ച് ഇന്ന വികസനങ്ങൾ വന്നാൽ നന്നായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അല്ല, ഇപ്പോഴത്തെ വികസനം ഇപ്പൊ നമ്മുടെ സർക്കാർ വന്നതിന് ശേഷമുള്ള വികസനം മറ്റുള്ളവരെക്കാളും നന്നായിട്ട് തന്നെയാണ്. ബെറ്ററാണ്. മുമ്പുണ്ടായിരുന്ന സർക്കാരിനൊക്കെ ബെറ്റർ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അവര് തുടങ്ങി വെച്ച അതൊക്കെ അവരിപ്പോ പൂർത്തിയാക്കണ്ടല്ലോ. അവരന്നെ തുടർഭരണം വന്നാൽ അത്
പൂർത്തീകരിക്കാൻ ഇവര് പറയുന്നത് ഇതുവരെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇനിയൊരു 5 വർഷം കൂടി കിട്ടിയാൽ അത് തുടർന്ന് അത് പൂർത്തീകരിക്കാൻ സാധ്യമാകുമെന്നാണ് അവര് പറഞ്ഞത്. ചേട്ടാ നമസ്കാരം. വടക്കാഞ്ചേരിയിൽ തവണ ആര് വിജയിക്കും? ഞാൻ എന്താ പറയാ, വോട്ട് ചെയ്യാൻ പോകും തവണ? എല്ലാ കൊല്ലം പോവാറുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ പൊതുവെ വികസനം കാര്യങ്ങളൊക്കെ നാട്ടിലെ? കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഓക്കെയാണ്, താങ്ക് യു. വടക്കാഞ്ചേരിയിൽ പൊതുവെ ഇപ്പോൾ ഇടത് ദിവസമാണല്ലോ. മുൻ MLA ആയിട്ട് സേവർ ചെറ്റപ്പള്ളി എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ. അതിന് കൂടുതൽ മുൻതൂക്കം അതിനെ കാണുന്നത് പ്രവർത്തനങ്ങളെല്ലാം. പിന്നെ ഇടതുപക്ഷത്തിൻ്റെ ജനങ്ങളുടെയുള്ള ഒരു വിശ്വാസ്യത കൂടിയിട്ടുണ്ട്. മേഡം നമസ്കാരം. നമ്മുടെ വടക്കാഞ്ചേരിയിൽ തവണ ആര് വിജയിക്കും? സേവരേട്ടൻ വിജയിക്കും. നമ്മുടെ നാട്ടിലെ ഇനി വേണ്ട വികസനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? കേരളത്തിൽ തവണ ഒരു തുടർഭരണം ഉണ്ടാവുമോ? വടക്കാഞ്ചേരി സേവരേട്ടൻ വിജയിക്കും. തുടർഭരണം ഉണ്ടാവും എന്നുള്ളത് സംശയമാണ്. ഓക്കെ. ഇപ്പോൾ UDF സർക്കാരിന് ഒരു പ്രഖ്യാപനം ഉണ്ട്, 5 പ്രഖ്യാപനമാണ്. അതിൽ സൗജന്യ യാത്ര എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ അതിലൂടെ എങ്ങനെയാണ് പ്രതികരണം? കണ്ടറിയേണ്ടി വരും. ഓക്കെ, താങ്ക് യു. ചെയ്യാൻ പോകൂലേ? ഓക്കെ. ആരാ ഇലക്ഷന് നിക്കണെന്നൊന്നും അറിയില്ല. അവരാണ് വോട്ട് ചെയ്യാൻ കൊണ്ടുപോവാ? അങ്ങോട്ട് പോവാ. ഓക്കെ ശരി. തവണ ആര് വിജയിക്കും? കോൺഗ്രസ് ആയിരിക്കും. കേരളത്തില് കോൺഗ്രസ് വരുമോ? വടക്കാഞ്ചേരിയിലും കേരളത്തിലും കോൺഗ്രസ് വരും. കാരണം കുറച്ച് വർഷം 10 കൊല്ലായി ഒരു മാറ്റം. അതാണ് മാറ്റം വരണം. അതാണ്. എങ്ങനെയുണ്ട് നാട്ടിലെ പൊതുവെയുള്ള വികസനം കാര്യങ്ങളൊക്കെ? വികസനങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇനി മാറ്റം വരാമെന്ന് വിചാരിക്കുന്നു. മാറ്റം വേണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ ശരി. നമസ്കാരം. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഇലക്ഷന്റെ ചൂടൊക്കെ? ഇത്തവണ ആര് വിജയിക്കും വടക്കാഞ്ചേരിയില്? സേവരേട്ടനാവാനാണ് സാധ്യത. ആ ചേച്ചി പറഞ്ഞത് ഒരു മാറ്റം വേണമെന്നാണ് പറഞ്ഞത്. നമുക്ക് ആ അഭിപ്രായം ഇല്ലല്ലേ? അല്ല, സേവരേട്ടനാവുമ്പോ നമുക്ക് നല്ലൊരു ഇതുണ്ട്. മറ്റേ ആളെ നമുക്ക് അറിയില്ല, മറ്റവരെ അറിയില്ല. ഇദ്ദേഹത്തെ അറിയാം. വീട് എവിടെയാ? ഞങ്ങൾ ഇവിടെ കുറാഞ്ചേരി തന്നെയാണ്. ഒരു തുടർഭരണം ഉണ്ടാവോ? ഉണ്ടാവില്ല. കാരണം എനിക്കറിയാത്തോണ്ടാണ് ഞാൻ ചേട്ടനോട് ചോദിച്ചത്. ഒരു രക്ഷയില്ല. തുടർഭരണം ഉണ്ടാവില്ല. ഉണ്ടാവില്ല. UDF അധികാരത്തിൽ വരും. ഇവിടെ വടക്കാഞ്ചേരിയുടെ അവസ്ഥ എന്താണ്? അങ്ങനെ തന്നെയാവും. ഉറപ്പാണ്. ഓക്കെ ചേട്ടാ, ശരി. ഇത്തവണ ആർക്കാണ് ഒരു മുൻതൂക്കം കാണുന്നത്? LDF. നമ്മുടെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? ഇതിലിപ്പോൾ എല്ലാം പിന്നെ റോഡുകളും അതുപോലെ തന്നെ ഈ പെൻഷൻ, ഇതൊക്കെ പെൻഷൻ ഇല്ലാത്ത ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് പെൻഷൻ റെഡിയാക്കി കൊടുക്കുന്നത് അതൊക്കെ ഒരു നല്ല കാര്യമല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇതന്നെ തുടർന്ന് പോകണമെന്നാണ്. UDF വന്ന പെൻഷൻ തുക കൂട്ടുന്നൊക്കെയാണ് പറയുന്നത്. സ്ത്രീകൾക്ക് സൗജന്യ യാത്രയൊക്കെയാണ് പറയുന്നത്. അനുഭവം ഉണ്ടായിട്ടില്ല. ഓക്കെ ശരി, താങ്ക് യു. UDF തന്നെയാണ്. വടക്കാഞ്ചേരിയിലോ? വടക്കാഞ്ചേരിയെ പറ്റി അറിയില്ല. ഓക്കെ, താങ്ക് യു. ഒരു തുടർഭരണം ഉണ്ടാവും ഇത്തവണ? അയ്യോ, അതിൽ പറയണൊന്നുമില്ല. സേവർ ചെറ്റപ്പള്ളി ജയിച്ചിരിക്കും. കൺഫേം ആണ്. ഏതൊരു ചാനൽ നടത്തിയ ചർച്ചയിൽ നല്ലൊരു റാങ്ക് കിട്ടിയ 34 സ്ഥാനം സ്റ്റേറ്റില് 34 സ്ഥാനത്താളെത്തിയത്. ഓക്കെ. അതായത് 140 പേരിൽ 34 സ്ഥാനത്തായിരുന്നു അദ്ദേഹം സ്റ്റേറ്റില്. ഏതൊരു ചാൻസർ നടത്തിയ ചേട്ടന്റെ വീട് എവിടെയാ? വീട് തിരൂര്. നമ്മുടെ നാട്ടിലെ ഇനി ഇന്നൊരു വികസന പ്രവർത്തനം വരികയാണെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ കഴിഞ്ഞാല്
സേവർ ബൈപ്പാസ് കാര്യം പറഞ്ഞല്ലോ. അത് പെട്ടെന്ന് വരികയാണെങ്കിൽ വലിയ സൗകര്യം. ഓക്കെ, ബ്ലോക്ക്. അതെ അതെ, ഇത് ഈ ഒരു വിഷയം എല്ലാവരും നമ്മളിപ്പോ മൈക്ക് വെച്ച് ചോദിക്കുന്ന എല്ലാവരും പറയുന്നതാണ് ഈ ഒരു പ്രശ്നം. അപ്പോ വടക്കാഞ്ചേരിയുടെ അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഗതാഗത കുരുക്ക്. എത്രയും പെട്ടെന്ന് ഒരു ബൈപ്പാസ് വരണം തന്നെയാണ്. അത് നടന്നിരിക്കും വരികയാണെങ്കിൽ ഉറപ്പായിട്ടും. ഓക്കെ ഓക്കെ, വ്യക്തമാണ്. താങ്ക് യു ഏട്ടാ. ശരി. കേരളത്തിലൊരു തുടർഭരണം ഉണ്ടാവുമോ? അത് ബുദ്ധിമുട്ടാ. കാരണം പല കാരണങ്ങളുണ്ട്. പല കാരണങ്ങൾ. നമ്മൾ പണ്ടൊക്കെ പേപ്പറും റേഡിയോയും വേണമായിരുന്നു. ഇപ്പൊ വേണ്ടല്ലോ വിഷയം. ചേട്ടന്റെ അഭിപ്രായത്തിൽ അതിനുള്ള ഒരു കാരണം ഒരെണ്ണം പറയാൻ പറ്റുമോ? രക്ഷാപ്രവർത്തനം. ഓക്കെ ഓക്കെ. പിള്ളേരെടുത്തിട്ട് ഇടിക്കുന്നതിന് രക്ഷാപ്രവർത്തനം പേര് പറയാ ആണോ? കഴിഞ്ഞ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ് ചേട്ടൻ പറയുന്നത്. അതൊരു 1 കോടി 5 ലക്ഷം രൂപയുടെ വണ്ടി മൈസൂർ കൊണ്ട് മേടിച്ച് കൊണ്ടുവന്നിട്ട് നവകേരള ബസ് ബാത്റൂമും എല്ലാം മുഖ്യമന്ത്രി കണ്ടുകൊണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞത്. അയാൾ കണ്ടിട്ടില്ല, കാണാത്ത കാര്യമാണെന്ന് പറഞ്ഞത്. ഓക്കെ ഓക്കെ, ഒരാളുടെ ചോദിച്ചോ. ഓക്കെ ഓക്കെ, താങ്ക് യു ഏട്ടാ, താങ്ക് യു. ഇത്തവണ ആര് വിജയിക്കും വടക്കാഞ്ചേരിയിലെ? സേവ്യർ ചിറ്റലപ്പള്ളി. എങ്ങനെയുണ്ട് പൊതുവെ തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ? നല്ല ചൂടുണ്ട്, നല്ല 32 ചൂടുണ്ട് അന്തരീക്ഷത്തിനും അതുപോലെ തെരഞ്ഞെടുപ്പിനും. ഇത്തവണ ആരെ വിജയിക്കും? സേവ്യർ വിജയിക്കുന്നു പറയുന്നുണ്ട്. UDF ഭരിക്കാൻ UDF ആവും. ഭരിക്കുക UDF ആയിരിക്കും. കാരണം പകല് അന്തരീക്ഷം കാണുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലം കേരളത്തിന്റെ അവസ്ഥ? അഴിമതിക്കാരൻ മുഴുവൻ അഴിമതിയാണെന്നാണ് പറയുന്നത്. പാവങ്ങളുടെ ഗവൺമെന്റാന്ന് പറയും. അഴിമതിയാണ്. എല്ലാവരും കയറിയാലും ഗതി അൽബരി കയറി കുറച്ച് സമാധാനം ഉണ്ടാവും. ആര് കയറിയ? UDF കയറിയ. ഓക്കെ, താങ്ക് യു. UDF അധികാരത്തിൽ വരും. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷത്തിന്റെ ദുർഭരണം, അഴിമതിയാണ് എല്ലാ മേഖലയിലുള്ളത്. വികസനം എന്ന് പറഞ്ഞാൽ ഒന്നും വന്നിട്ടില്ല. നമ്മളിപ്പോൾ ഒരു ജനിക്കാൻ പോകുന്ന വ്യക്തി കുട്ടികൾക്കടക്കം 1,14,000 രൂപ കടത്തിലാണ് നമ്മൾ ജനിക്കാൻ പോകുന്ന കുട്ടികളടക്കം. അത്രയും ഈ 10 വർഷം കൊണ്ട് കടം പഴയ കാലത്തെ ഗവൺമെൻറ്റിനെയൊക്കെ അപേക്ഷിച്ച് ഒരുപാട് കടങ്ങളാണ് ഇപ്പോൾ ഈ 10 വർഷം കൊണ്ട് ഈ ഇടത് സർക്കാർ വരുത്തി വച്ചിരിക്കുന്നത്. അതിനൊരു മോചനം വേണമെങ്കിൽ UDF വരണം, വികസനം വരണം. നല്ല കാഴ്ചപ്പാടുള്ള നേതാക്കന്മാരാണ് UDFിലുള്ളത്. അതുകൊണ്ട് LDFിൻ്റെ ഈ ഭരണത്തോട് കൂടിയിട്ട് ഇവിടെ അവസാനിക്കും. എത്ര സീറ്റ് കിട്ടും? അത് മാക്സിമം ഒരു 80-85 സീറ്റ് വരെ UDFിന് കിട്ടും. ആരായിരിക്കും മുഖ്യമന്ത്രി? അത് അതിൻ്റെതായ അവർക്ക് വിടുക. അതായത് ഭരണം ആര് വരണം, ഭൂരിപക്ഷത്തിൽ വരുന്നത് ആ പാർട്ടിക്ക് ഒരു തീരുമാനം ഉണ്ടാവുമല്ലോ. ചേട്ടന്റെ അഭിപ്രായത്തിലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന ആളായാൽ നന്നായിരുന്നു എന്ന് തോന്നിയില്ല? അങ്ങനെയല്ല. ഞാൻ കൃത്യമായിട്ട് ചോദിക്കാം. ഇപ്പോൾ KC വേണുഗോപാൽ മത്സരിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ രമേശ് ചെന്നിത്തല അതുപോലെ VD സതീശൻ, ഇവരിൽ രണ്ടുപേരിൽ ആരായിരിക്കും മുഖ്യമന്ത്രി ആയാൽ നന്നാവുക? രണ്ടുപേർക്കും രണ്ടാൾക്കും 2 കാഴ്ചപ്പാട്, 2 വ്യൂ ആണുള്ളത്. അപ്പൊ രണ്ടുപേരും മിടുക്കന്മാരനാണ്. അതിൽ ഒന്നിനൊന്ന് മെച്ചാണ് രണ്ടുപേരും. രണ്ടുപേർക്കും പറഞ്ഞാൽ കഴിവുള്ളതാണ്. വികസനത്തിന്, കേരളത്തിന്റെ വികസനത്തിന് നയിക്കാൻ കഴിവുള്ള പ്രാപ്തരായ 2 പേര് തന്നെയാണ് അതിലുള്ളത്. വടക്കാഞ്ചേരിയിൽ ഇത്തവണ എന്തായിരിക്കും ജനവിധി? ഇപ്രാവശ്യം മാറ്റങ്ങളുണ്ടാവും. മാറ്റത്തിന്റെ കാറ്റ് എന്തായാലും വീശും. കാരണം വികസനമാണ്. 5 വർഷം കൊണ്ട് ഇപ്പോഴത്തെ MLAക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് തന്നെയാണ് അദ്ദേഹം. ഇപ്പോൾ എങ്കേക്കാട് ആണെങ്കിൽ എങ്കേക്കാട് റെയിൽവേ ഗേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അടച്ചു കഴിഞ്ഞാൽ മിനിമം 3 ട്രെയിനാണ് പോണത്. എത്രയോ ജീവനുകൾ അവിടെ ഈ ഹോസ്പിറ്റലിലേക്ക് കറക്റ്റ് സമയത്ത് എത്താത്തത് കൊണ്ട് എത്രയോ ജീവൻ കൊലിഞ്ഞു പോയിട്ടുണ്ട്. അതിനൊന്നും ഇതുവരെ ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെ ഒരാൾക്കും, ഇപ്പോൾ ഇടതുപക്ഷമായാലും വേണ്ടില്ല, വലതുപക്ഷമായാലും വേണ്ടില്ല, ആർക്കും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ മിനിമം ചെറിയ വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ടെങ്കിലും ഒരു അടിപ്പാത അവിടെ ഇഷ്ടംമാതിരി കല്ലംകുണ്ടം ഭാഗത്തൊക്കെ അതിന് സൗകര്യങ്ങളുണ്ട്. വലിയ വണ്ടികൾ പോകണ്ട, ചെറിയ ആംബുലൻസോ ചെറിയ വണ്ടികളൊക്കെ പോകാനുള്ള വിധത്തിലുള്ള ഒരു അടിപ്പാത നിർമ്മിക്കുക. എത്രയോ നമുക്ക് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ കർണാടക, ആന്ധ്ര ഭാഗത്തേക്കൊക്കെ ഏക്കർ കണക്കിന് കൃഷി പാടങ്ങളാണ്. ആ ഭാഗത്തൊക്കെ കൃഷിക്ക് ആവശ്യമായിട്ട് അവർക്ക് ഇതേമാതിരി അണ്ടർഗ്രൗണ്ടോടെ അങ്ങനെ അടിപ്പാതകൾ എത്രയോ സ്ഥലത്ത് നിർമ്മിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് കേരളത്തിൽ മാത്രമേ നിർമ്മിക്കുന്നില്ല? അത് ഇവിടുത്തെ ആൾക്കാരുടെ കഴിവുറവുകളല്ല അങ്ങനെയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ അത്യാവശ്യം അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ നീണ്ടു നിൽക്കുകയാണ്. ആ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് വരെ വാഹനങ്ങൾ 1-2 ട്രെയിൻ പോയി, 2 ട്രെയിൻ മിനിമം 2 ട്രെയിൻ ഉണ്ടാവും. ചിലപ്പോൾ ഇന്നലെ 1.5 മണിക്കൂറാണ് അടച്ചിട്ടുള്ളത്. 7 ട്രെയിൻ
അപ്പോൾ അത്രയും ലൈൻ നിൽക്കുകയാണ്. അതിനൊരു പരിഹാരം ആര് വന്നാലും ഉണ്ടാവണം. അത് ജനങ്ങളുടെ ആവശ്യമാണ്, അതൊരു രാഷ്ട്രീയത്തിൻ്റെ ആവശ്യമല്ല. ജനങ്ങൾക്ക് ജനങ്ങളുടെ ബുദ്ധിമുട്ട് മാറ്റാനും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്താനും ഒക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. ഇത്തവണ ആര് വിജയിക്കും? കോൺഗ്രസിന്റെ ആളിനോട് താല്പര്യം. കോൺഗ്രസിന്റെ ആളിനോട് താല്പര്യം. ആളോടാണ് താല്പര്യം. ഒരു വൈശാഖിനോട്. ഇത്തവണ ഒരു തുടർഭരണം ഉണ്ടാവുമോ? തുടർഭരണം കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം ഭരണം എല്ലാവരും മടുത്തു. ഏകാധിപതിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ കുറിച്ചാണ് പറയുന്നത്. മുഖ്യമന്ത്രി ഒരു ഏകാധിപതിയാണ്. അതുകൊണ്ട് കോൺഗ്രസിന്റെ ആളോട് പറഞ്ഞോളൂ. കോൺഗ്രസിന്റെ ആളോടാണ് താല്പര്യം. നമസ്കാരം. പേരെന്തായിരുന്നു? ഇത്തവണ വടക്കാഞ്ചേരിയിൽ എന്തായിരിക്കും ജനവിധി? വടക്കാഞ്ചേരി ഒരു മാറ്റത്തിന് വേണ്ടി തുടിക്കുകയാണ്. അത് വെച്ചാൽ ഒരു 15,000 വോട്ടിന് വിജയിക്കും. കഴിഞ്ഞ തവണ സേവ്യർ ചിറ്റിലപ്പള്ളിയുടെ വോട്ട് എന്ന് പറയുന്നത് 15,186 അതും മറികടന്ന് ഒരു മാറ്റം. അതും മറികടന്ന് 15,000 വോട്ട്. BJPയുടെ അവസ്ഥ എന്തായിരിക്കും? BJPയുടെ കഴിഞ്ഞ വർഷം ഒരു പരിതാപകരമായിരിക്കും. വോട്ട് കുറയും. കഴിഞ്ഞ തവണ അവർക്ക് വോട്ട് കുറഞ്ഞിട്ടുണ്ട്. വീണ്ടും കുറയും. സീറ്റ് നേടും ഒരു കേരളത്തിൽ ഇത്തവണ? കേരളത്തില് നേടുമെന്ന് പറയാൻ ഇല്ല. ഇത്തവണ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി? അത് പാർട്ടിയിൽ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നത് പറഞ്ഞാണ്. ചേട്ടന്റെ അഭിപ്രായത്തിൽ ഇന്ന ആള് വന്നാൽ നന്നായിരുന്നു തോന്നിയിട്ടുണ്ടോ? കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന ആര് വന്നാലും നമ്മൾ അംഗീകരിക്കും. അല്ലാതെ ഇന്ന ആള് വന്നാൽ നന്നായിരുന്നു എന്ന് പറയുന്നില്ല. കോൺഗ്രസിന് ഒരാൾ വരണം, അത്രേ ഉള്ളൂ. കോൺഗ്രസ് വന്നിട്ടുണ്ടെങ്കിൽ അവർ ഏത് തരത്തിലുള്ള ഒരു വികസനമായിരിക്കും മുന്നോട്ട് വയ്ക്കുക? 5 ഗ്യാരണ്ടികൾ പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ 5 ഗ്യാരണ്ടികൾ അത് വെച്ചിട്ട് വിദ്യാർത്ഥികൾക്ക്, യുവതികൾക്ക് അത് ജനങ്ങളെ ഏറ്റെടുത്തിരിക്കുക. മുഴുവൻ ജനങ്ങളെ ഏറ്റെടുത്തിട്ട് അത് നല്ല രീതിയിൽ അതെത്തും. ജനങ്ങൾ അത് സ്ത്രീകളത് ഉന്നമിച്ചിരിക്കണം, അത് നോക്കിയിരിക്കണം. ആ ഒരു വിജയത്തിന് വേണ്ടിയിട്ട്, ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു മാറ്റം ഉണ്ടാവും തന്നെയാണ് ചേട്ടൻ പറയണത്? ഉറപ്പായിട്ടും. നമസ്കാരം. വടക്കാഞ്ചേരിയിൽ ഇത്തവണ ആര് വിജയിക്കും? അറിഞ്ഞൂടാ. എന്താ കാരണം? നോക്കാറില്ല. ആരൊക്കെ സ്ഥാനാർത്ഥി നോക്കാം? എവിടെ വീട്? കടങ്ങോട്. അവിടെ AC മൊയ്തീൻ. പിന്നെ ആരാ? രാഷ്ട്രീയം നിരീക്ഷയിൽ കുറവാണ്. ഓക്കെ താങ്ക് യു. വടക്കാഞ്ചേരിയിൽ ഇത്തവണ ആര് വിജയിക്കും? അറിയില്ല. ഒരു തുടർഭരണം ഉണ്ടാവുമോ? UDF പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ സൗജന്യ യാത്രയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വോട്ട് ചെയ്യോ? അപ്പോഴത്തെ സാഹചര്യം പോലെ. ഓക്കെ, അവര് മുൻകൂട്ടി ഒരു തീരുമാനം എടുത്തിട്ടില്ല. അപ്പോഴത്തെ സാഹചര്യം പോലെ വോട്ട് ചെയ്യുന്നാണ് പറഞ്ഞത്. നമസ്കാരം. വടക്കാഞ്ചേരിയിൽ ഇത്തവണ ആര് വിജയിക്കും? വടക്കാഞ്ചേരിയിൽ ആര് വിജയിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ സേവ്യർ. ചേട്ടൻ? സേവ്യർ തന്നെ അവിടെ ജയിക്കും. സേവ്യർ തന്നെ. കേരളത്തിലൊരു തുടർഭരണം ഉണ്ടാവുമോ? ഉണ്ടാവും. ആരായിരിക്കും മുഖ്യമന്ത്രി? പിണറായി തന്നെ ആയിരിക്കുമോ? സാധ്യത. പിണറായി അല്ലാതെ മറ്റൊരാള് മുഖ്യമന്ത്രി ആവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? അതിപ്പോ അത് പറയാൻ പറ്റില്ല. അതൊക്കെ പാർട്ടിയുടെ തീരുമാനമാണ്. ഓക്കെ വ്യക്തമാണ്. നമസ്കാരം ചേട്ടാ. ഇത്തവണ ആര് വിജയിക്കും വടക്കാഞ്ചേരി? UDF വിജയിക്കും. കാരണം ഒരു ചെറുപ്പക്കാരനായ ഒരു സ്ഥാനാർത്ഥിയുടെ പിന്നെ ഭരണത്തിനെതിരെയുള്ള ഒരു വികാരം ഉണ്ട് വടക്കാഞ്ചേരിയിൽ അലയടിക്കും. നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇപ്പോ കേരളത്തില് UDF വിജയിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് അങ്ങോട്ട് നീക്കാം. UDF വിജയിക്കുകയാണെങ്കിൽ ആരായിരിക്കണം മുഖ്യമന്ത്രി? അത് പാർട്ടിയാണ് തീരുമാനിക്കുക. എന്നാലും ചേട്ടന്റെ അഭിപ്രായത്തിൽ ഇന്ന ആളായാൽ നല്ലതായിരുന്നു തോന്നിയിട്ടുണ്ടോ? പേര് പറയാൻ പറ്റില്ല. രമേശ് ചെന്നിത്തല, VD സതീശൻ, ആരായിരിക്കും നല്ലത് മുഖ്യമന്ത്രി? കുഴപ്പമൊന്നുമില്ല. രണ്ടുപേരും യോഗ്യന്മാരാണ്. ആഗ്രഹം പറഞ്ഞു. UDF മാറ്റങ്ങൾ വരട്ടെ, UDF വരട്ടെ. ഓക്കെ. ഒരാൾ LDF എന്നും രണ്ടുപേരും മാറ്റങ്ങൾ വരട്ടെ എന്നുമാണ് പറഞ്ഞത്. ഏത് തരത്തിലുള്ള ഒരു വികസനം കൊണ്ടുവരണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ചെറുപ്പക്കാരായതുകൊണ്ട് ചോദിക്കുകയാണ്. ഈ 10 വർഷം എങ്ങനെയാണോ വികസനം നമ്മൾ കണ്ട അതേപോലെ തുടരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ. എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? ഞങ്ങൾ മെഡിക്കൽ കോളേജ്. ഇത്തവണ വടക്കാഞ്ചേരിയുടെ ജനവിധി എന്തായിരിക്കും? UDF ആവണമെന്നാണ് ആഗ്രഹം. ഒരു കേരളത്തിലും അതുപോലൊരു UDF തരംഗണ്ടാവണമെന്നാണ് ആഗ്രഹം. കാരണം 10 കൊല്ലമായില്ലേ? 10 കൊല്ലമായി കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കില്ല. മാറ്റം വരട്ടെ. എത്ര സീറ്റ് കിട്ടും? 100 താഴെ സീറ്റ്. BJP ഇന്നലെ മെച്ചപ്പെടുത്തുമോ?
ചെറിയൊരു സാധ്യത കാണാനുണ്ട്. ചെറിയൊരു സാധ്യത. പാലക്കാട് എന്താ വ്യവസ്ഥ? പിഷാരടി വിജയിക്കുവോ അതോ ശോഭാ സുരേന്ദ്രൻ അതോ NMR വ്യവസായിയോ? പിഷാരടി വിജയിക്കട്ടെ നമ്മുടെ ആഗ്രഹം. ഓക്കെ വ്യക്തമാണ്. താങ്ക് യു ഏട്ടാ. നമസ്കാരം. ഇത്തവണ ആര് വിജയിക്കും വടക്കാഞ്ചേരി? ചോദ്യമാണ്, ഒരു 1.5 ചോദ്യമാണ്. താല്പര്യം സേവ്യർ തന്നെയാണ്. ഒരു തുടർഭരണം ഉണ്ടാവും ഇത്തവണ? പറയാൻ പറ്റില്ല. അത് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ആണ്. പ്രത്യേകിച്ച് കാരണങ്ങൾ എന്തെങ്കിലും പറയാൻ പറ്റുമോ? കാരണങ്ങളൊന്നും നമ്മൾ പറയാൻ, പക്ഷെ അത് അങ്ങനെയാണ്. ഓക്കെ വ്യക്തമാണ്. അവർ പറയുന്നത് വടക്കാഞ്ചേരിയിൽ സേവ്യർ ചിറ്റലപ്പള്ളി വിജയിക്കും, പക്ഷെ കേരളത്തിലൊരു തുടർഭരണം അതൊരു സംശയമാണ് എന്ന രീതിയിൽ തന്നെയാണ് അവർ പറയുന്നത്. അല്ലേ ഏട്ടാ? അങ്ങനെയല്ലേ? ഓക്കെ. നമസ്കാരം. വടക്കാഞ്ചേരിയിൽ ഇത്തവണ ആര് വിജയിക്കും? സേവ്യറിനെ ഉറപ്പാണ്. മറിച്ചിടുന്നു. ചേട്ടന്റെ അഭിപ്രായത്തില്? എന്റെ അഭിപ്രായത്തിൽ എന്റെ ചെക്കനല്ലോ. ആരാ? വൈശാഖ്. അവൻ ചെറിയ പയ്യൻ. നാളേക്ക് ഉണരണം. അതെ, നാളേക്ക് ഉണർത്തെനിക്കണം. മെച്ചനറിയോ? കുറെ ചിറ്റിക്കളിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സിറ്റുവേഷനാണ്. അതിന്റെ വെളിച്ചത്തില് ഇവൻ വൈശാഖി എനിക്കണം. അത് ചെറിയൊരു ചെറുപ്പക്കാരൻ. അത് സാധാരണ നിന്റെ അത്രയും പ്രായം ഉണ്ടാവുള്ളൂ. ഓൻ ജയിച്ചു കഴിഞ്ഞാൽ അവനെല്ലാം ചെയ്യുന്ന അവനെ പുറത്തുള്ള ആൾക്കാരാണ് എല്ലാം ചെയ്തു കൊടുക്കുന്നത്. പക്ഷെ നല്ല രീതിയിൽ ജയിച്ചാൽ ഓരോ വോട്ട് ജയിച്ചാൽ മതി. 100% അപ്പൊ ഈ കമ്മ്യൂണിസ്റ്റുകാർ എന്ത് കാട്ടിക്കൂട്ടിയെന്നുള്ളത് കാണിച്ചു തരാം. കേരളത്തില് ആര് അധികാരത്തിൽ വരും? കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വരുള്ളൂ. എന്റെ ചങ്കുറ്റത്തോട് പറയാ, 86 വയസ്സായി പുള്ളിക്ക്. അനുഭവം കൊണ്ട് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പറയുന്നു, ആര് വരണം? വൈശാഖ് വരണം. ഓക്കെ വ്യക്തമാണ്. താങ്ക് യു. വടക്കാഞ്ചേരിയിൽ എന്താവും ജനവിധി? ആര് ജയിക്കും? സേവ്യർ ജയിക്കും. നാട്ടുകാരനാണ്. ഓക്കെ ശരി. താങ്ക് യു. നമസ്കാരം. എന്നും ലോട്ടറി എടുക്കാറുണ്ടാവും? ഇല്ല, വല്ലപ്പോഴും. ഇത്തവണ ആര് വിജയിക്കും? ആർക്ക് ലോട്ടറി വീഴും ഇത്തവണ? UDF-ന് വീഴുവോ LDF-ന് വീഴുവോ? പറയാൻ പറ്റില്ല. രണ്ടുപേരും സ്ട്രോങ് ആണ്. കേരളത്തിന്റെ അവസ്ഥ? അടുത്ത ചോദ്യം ചോദിക്കുമ്പോഴത്തേന് ആള് പോയി. ഇത്തവണ ആർക്ക് വടക്കാഞ്ചേരിയിൽ ലോട്ടറി വീഴുമെന്നാണ് നമുക്ക് അറിയേണ്ടത്. സമയമുണ്ട്, കാത്തിരിക്കണം. എവിടെ സ്വദേശം? എവിടെയാ? ഞങ്ങള് പട്ടാമ്പിയിൽ ഇത്തവണ ആര് വിജയിക്കും? മൂസിൻ നിലനിർത്തുവോ അതോ തോൽക്കുവോ? ഒന്നും പറയാൻ പറ്റില്ല. കേരളത്തിന്റെ അവസ്ഥയോ? കിട്ടണമെന്നാണ് ആഗ്രഹം. തുടർഭരണം. പട്ടാമ്പിയുടെ അവസ്ഥ പറയാൻ പറ്റില്ല. നല്ല മത്സരമാണ്. ആരാണ് അവിടെ? മോഹ്സിൻ. ഓക്കെ താങ്ക് യു. എങ്ങനെ ആര് ജയിച്ചാലേ കോറിന് കഞ്ഞി കുമ്പിളി തന്നെ രാഷ്ട്രീയല്ലേ അത്. അതിൽ നമ്മളൊന്നും അതിൻ്റെ അകത്ത് ഇടപെടാതിരിക്കാനുള്ളത്. അത് അവര് തിന്നും, അവര് ഭരിക്കും, അവര് പറയുന്നതൊക്കെ നമ്മൾ കേൾക്കണം. ശരിക്കും രാജഭരണം വരണം. രാജഭരണം 3 വിഭാഗത്തിന്റെ കക്കണകളും ഏകാധിപതി വന്നാലും കുഴപ്പമില്ല, നല്ല ഏകാധിപതി വന്നാലും കുഴപ്പമില്ല. ഒരു വിഭാഗത്തിന്റെ ആളുടെ പിന്നിലുള്ളവരെ മാത്രം പേടിച്ചാൽ മതി. ഇതിപ്പോ എല്ലാ പാർട്ടിക്കാരും പേടിക്കണം. എന്താ അങ്ങനെ ഒരു അത് പല കാര്യങ്ങളും അങ്ങനെയുണ്ട്. അങ്ങനെയാണ്. ചോദിക്കാൻ പറ്റില്ല. രാഷ്ട്രീയ പാർട്ടിക്കാരോ അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും സപ്പോർട്ട് എടുക്കാൻ പറ്റില്ല. അവരുടെ നല്ലതും പറയുമ്പോൾ ഒട്ടേ പറ്റില്ല. നമ്മളെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ദ്രോഹിക്കാൻ പറ്റുന്നവർ ദ്രോഹിക്കും. എല്ലാവരും നല്ല, കുറെ ആൾക്കാർ നല്ലവരുണ്ട് കേട്ടോ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. നല്ലവരുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. രാഷ്ട്രീയ സംഘടനകൾ ഇപ്പൊ നിങ്ങൾ സർക്കാർ ഓഫീസിൽ എന്തെങ്കിലും പറഞ്ഞ തല്ലിവിടെ എന്താണ്ടാവുക? അപ്പൊ എല്ലാ പാർട്ടിക്കും സംഘടനയാണ്. നമ്മളെന്ത് കാര്യത്തിന് പോയാലും ഉദ്യോഗസ്ഥന്മാരെ അവരെ സംഘടനകൾ അപ്പൊ വലിപ്പിക്കും. മടുപ്പാ. ഞാൻ പറഞ്ഞ രാജഭരണി പേടിക്കണ്ടല്ലോ. സംഗതി തിരിച്ചു മിണ്ടാൻ പറ്റില്ല. ഇവിടെ സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ ഒറ്റടിക്ക് കാര്യങ്ങൾ നടക്കൂലോ. ഇതിപ്പോ ഭരണം കിട്ടാത്തവരും കിട്ടുന്നവരും ഇല്ലാത്തവരും ഒക്കെ പേടിക്കേണ്ട അവസ്ഥ ഇവിടെ. എല്ലാരും പേടിക്കണം. ഏതെങ്കിലും രാഷ്ട്രീയക്കാരോട് തീർത്ത് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അത് പിന്നെ അനുഭവങ്ങൾ വേറെ ഉണ്ട്. അത് പിന്നെ ഇപ്പൊ പറയാൻ പറ്റില്ല. വോട്ട് ചെയ്യാൻ പോവോ? വോട്ട് ചെയ്യാറുണ്ട്. ഇതുവരെ കളഞ്ഞിട്ടില്ല. ജനാധിപത്യ മര്യാദ ചെയ്യും നമ്മൾ. ഇതുവരെ ചെയ്യാറുണ്ട്. പക്ഷേ തിരിച്ചു കിട്ടുന്നില്ല. ആ മര്യാദ തിരിച്ചു കിട്ടുന്നു. വടക്കാഞ്ചേരിയിൽ ഇത്തവണ ആര് വിജയിക്കും? അങ്ങനെയൊന്നുമില്ല. രണ്ടുപേരും കട്ടക്കാണ്. കേരളത്തിന്റെ അവസ്ഥ എന്താ?
കേരളത്തിന്റെ അവസ്ഥ ഇത്തിരി മോശമായിരിക്കും. ഞാൻ ഹോട്ടലിൽ നോക്കിയാൽ മതി ഇപ്പോഴത്തെ അവസ്ഥ. അത് പൂട്ടിയിട്ട് 2 ദിവസമായി, ഗ്യാസ് ഇല്ലാണ്ട്. ഞങ്ങളിവിടെ ഉള്ളൊരു ചെറിയ ചായ കുടിക്കുന്നതൊക്കെയുള്ള ഹോട്ടലത്. അത് ഇത്തവണ ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും. ചർച്ചയാവാൻ വഴിയുണ്ട്. അതിപ്പോ എല്ലാ വീട്ടുകളിലും കിട്ടാനില്ലല്ലോ. ബുക്ക് ചെയ്തിട്ട് ഇപ്പൊ നിങ്ങളുടെ വീട്ടിലായാലും ബുക്ക് ചെയ്തിട്ട് കിട്ടുന്നില്ലല്ലോ. അതന്നെ. ഓക്കെ താങ്ക് യു. വടക്കാഞ്ചേരി വൈശാഖ് ജയിക്കും. എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാവും? ഭൂരിപക്ഷം പറയാൻ പറ്റില്ല കേട്ടാ. MLA ഞങ്ങളുടെ പുതിയ സ്ഥാനാർത്ഥിയാണ്. ഞങ്ങളുടെ വ്യാപാരി വ്യവസായുടെ സ്ഥാനാർത്ഥിയാണ്. വ്യാപാരി വ്യവസായ മെമ്പറാണത്. ഞങ്ങളുടെ ഷോപ്പുകാരുടെ എല്ലാ ഹെൽപ്പ് ഉണ്ടാവും. പ്രത്യേകിച്ച് മാറ്റം വേണ്ടേ, നമ്മുടെ നാടിന് മാറ്റം വരണം. കേരളത്തിലൊരു മാറ്റം ഉണ്ടാവും. പിന്നെ ഇത് തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും. എത്ര സീറ്റ് കിട്ടും കേരളത്തില്? ഞങ്ങളൊക്കെ സാധാരണക്കാരല്ലേ, അതൊക്കെ നമുക്ക് ഒന്നുകൂടി ഉയർന്ന തലത്തിലുള്ള ആൾക്കാർക്ക് അറിയാം. ഞങ്ങളെപ്പോഴും സാധാരണ ജയിക്കും. UDF ജയിക്കും. വടക്കാഞ്ചേരിയിലും കേരളത്തിൽ ഇത്തവണ UDF ജയിക്കും. അങ്ങനെയാണ് പ്രതീക്ഷ. എന്തായാലും വടക്കാഞ്ചേരി ഞങ്ങൾ പിടിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ ജനം ആർക്കൊപ്പം എന്നറിയുന്നതിന് വേണ്ടി നമ്മൾ ഇന്ന് വന്നത് വടക്കാഞ്ചേരി മേഖലയിലാണ്. വ്യത്യസ്തപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ജനം പങ്കുവെച്ചത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് വടക്കാഞ്ചേരി മണ്ഡലം എന്ന് പറയുന്നത് പ്രവചനങ്ങൾക്ക് അതീതമാണ്, എന്തും സംഭവിക്കാം. ക്യാമറാമാൻ നിതിനോടൊപ്പം അമീർ റാഹ. നാളെ നമുക്ക് മറ്റൊരു സ്ഥലത്തു നിന്നും കാണാം.